ഗോഞ്ചി ഒന്നും പറഞ്ഞില്ല. ആ 60 ലക്ഷത്തിന്റെ ചരക്ക. പുറപ്പെടണ്ടെന്ന് അറിയിക്കാന്നേ ഉള്ളൂ. സമയമുണ്ട്. വേണ്ട, ഇത് അവൻ പിടിക്കട്ടെ. അവന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ. 60 ലക്ഷത്തേക്കാൾ നമുക്ക് പ്രധാനം ആ ഇൻഫോർമർ ആരാണെന്ന് അറിയണം. താൻ വിഷമിക്കാതെ, അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്നതിനാണ് വിജയി. വിജയത്തിന്റെ ലഹരിക്ക് 60 ലക്ഷത്തേക്കാൾ വിലയുണ്ട്. അവൻ കളിക്കട്ടെ, നോക്കാം. ಶಾಂತಿ ವಿನ್ ಆಗಿದೆ, ನಮ್ಗೆ ಹೋಯ್ತು. ಏಮಾರಿಸ್ಬಿಟ್ಟ. ಜೋಕಿ ಚಂದ್ರಕುಮಾರ್ ದುಡ್ಡು ತಗೊಂಡಿದ್ದಾನೆ. ಅವನು ಅವ್ರಿಗಾಗಿ ಇದನ್ನ ಮಾಡ್ದ. എന്താ കൃഷ്ണൻ, എന്താ ഇങ്ങനെ ചതിപറ്റുന്നേ? അനുവദിക്കാറോ? ലൂസിംഗ് എ ക്രോർ ഈസ് ഫൈൻ. ഇറ്റ്സ് എ ഗെയിം. യെസ്, കളിച്ചു തോൽക്കാം, പക്ഷെ ചതിക്കപ്പെടരുത്. ആ ജോക്കി ഇനി ആരെയും ചതിക്കരുത്. എന്താണ് അവരുടെ പേര്? ചന്ദ്രകുമാർ. ചന്ദ്രകുമാർ. ಕಿಶನ್ ಜಿ, ಕ್ಷಮಿಸ್ಬಿಡಿ, ತಪ್ಪಾಯ್ತು. എവിടായിരുന്നോ? 2 മണിക്ക് മുമ്പ് എത്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം എത്രയായി? അത് ഗോവയിൽ നിന്ന് വിട്ട് ബോർഡർ കടന്നപ്പം ഒരു മിസ്സിങ്. കുറച്ച് സമയമെടുത്തെങ്കിലും രോഗം ഞാൻ കണ്ടുപിടിച്ച്. കാർബറേറ്ററിൽ ഒരു കരട്. മതി മതി. പണ്ട് ഗോവയിലെ തെരുവുകളിൽ ചീറിപ്പാഞ്ഞ പുലിയാണിവൻ. നിനക്ക് വരാൻ കൊണ്ടുവന്ന നിനക്കതിനുള്ള യോഗ്യത എത്തിയെന്ന് തോന്നിയിട്ട് ഒരു ഇനീഷ്യൽ പോലും സ്വന്തമായിട്ട് അവകാശപ്പെടാനില്ലായിരുന്ന വെറും ഹരിഗോവിന്ദനെ ഈ ഗോവിന്ദിയാക്കിയതിൽ ഇവനും ഒരു വലിയ പങ്കുണ്ട്. ഹരിഗോവിന്ദന്റെ സാരഥിയായ പുഷ്പാംഗതൻ ഇനി മുതൽ നിന്റെ തേരോട്ടങ്ങൾക്ക് സാരഥിയായിരിക്കും. ഗോവിന്ദി, എനിക്ക് സ്വയം ഡ്രൈവ് ചെയ്യുന്ന. നീ അങ്ങോട്ട് പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യാനൊക്കെ പഠിക്കണം. ഈടെത്തി. മെല്ലെ. എങ്ങോട്ടാ? കിഷൻജിയുടെ വീടല്ലേ? അതിന് ഇവിടം വരെ മതി തന്റെ ഡ്രൈവിംഗ്. ഇതിനപ്പുറത്തോട്ട് ഞാൻ സ്വയം ഡ്രൈവ് ചെയ്ത് പൊയ്ക്കണം കേട്ടോ. അഖില, വീടിന്റെ താക്കോലിതാ. മമ്മി, അഖില, എന്താ കോപ്പേ? കയറി പോടാത്ത. അഖില ചത്ത്. പൂട്ടിയില്ലേ? देखे जो हमें हम कुछ भी नहीं, देखे जो हमें हम कुछ भी नहीं, തുടങ്ങിയല്ലോ. हम कुछ भी नहीं, समझो तो चमन के भूल है हम. ഹലോ, ഒന്ന് നിർത്തണ്ടോ? ഇവിടെ മനുഷ്യന്മാർക്ക് കിടന്ന് ഉറങ്ങണം. നീ പോടി മരക്കഴുതയുടെ മോളെ. देखे जो हमें हम कुछ भी नहीं,
എന്തിനാടി വെറുതെ? നിനക്കിത് കേക്കാണ്ട് ഉറക്കം വരില്ലെന്നായോ ഇപ്പോ? കർത്താവേ, ഇവന് നല്ലൊരു ശബ്ദമെങ്കിലും കൊടുക്കണേ. കിച്ചു, കിച്ചു, ഇന്നലെ വൈകിട്ട് തന്നെ എത്തി. രാത്രി നീ വന്നത് നല്ല ഫോമിലാ. അപ്പൊ നിന്റെ മുന്നിൽ വരണ്ടാന്ന് തോന്നി. അതാ ഒന്ന് കാണണമെന്ന് കുറെ നാളായി വല്ലാണ്ട് തോന്നി. ചായ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കിഷു, ഞാൻ നീ പറയുന്നത് ഒന്നും പറയണ്ട. അഖില, നീ അപ്പുറത്തേക്ക് പോ. അവൾ ഓട്ടോയിൽ വരുമ്പം വഴി കണ്ടതാ. നീയാന്ന് ആദ്യം കരുതിയത്. പിന്നെ മനസ്സിലായല്ലോ. എന്നിട്ടും എന്തിനാ മമ്മി എന്റെ വീടിന്റെ ചാവി കൊടുത്തത്? അന്യനൊന്നും അല്ലല്ലോ, നിന്റെ ബ്രദർ അല്ലേ? എനിക്ക് അവനെ കാണണ്ടെങ്കിലോ? ജീസസ്, നീ എന്തിനാ ഷൗട്ട് അവൻ ചെയ്യുന്നത്? ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. അത് കണ്ടവർക്കൊക്കെ കയറി കിടക്കാനുള്ളതല്ല. ഓ, എന്നാ നീ വീട് പൂട്ടിപ്പിക്കോ. കീപ് യുവർ കീസ് വിത്ത് യു. എന്തായി? ഭയങ്കര പൊട്ടലും ചീറ്റലുവാ. കുഴപ്പമില്ല, അത് മമ്മി ഹാൻഡിൽ ചെയ്തോടും. അവന്റെ ഈ ബേളൊന്നും മമ്മിയുടെ ദേഷ്യമില്ല. അനന്തകൃഷ്ണനെ പറഞ്ഞു വിടാൻ മമ്മി ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അവൻ ഇവിടെ താമസിക്കും. അതിന് മമ്മിക്ക് നിന്റെ പെർമിഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. മമ്മിയുടെ കൺട്രോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സമാധാനം തരത്തില്ല എന്ന് തന്നെ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുക.